ഏകദേശം 451 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ചൊവ്വാഗ്രഹത്തിന്റെ സമാന വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നു. ഭൂമിയിലേക്ക് വന്നിടിച്ച ചൊവ്വയുടെ വലിപ്പമുള്ള വസ്തുവിനെ തിയ എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ ഫലമായി പാറക്കഷ്ണങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ ബഹിരാകാശത്തേക്ക് ചിതറിത്തെറിക്കുന്നു. ഇടിയുടെ ആഘാതത്തിലുണ്ടായ ചൂട് കാരണം വസ്തുക്കളെല്ലാം ഉരുകിയ അവസ്ഥയിലോ വാതക അവസ്ഥയിലോ ആയിരുന്നു. പിന്നീട് അതിൽ കുറേ ഭാഗം ഭൂമിയിലേക്ക് തിരിച്ചു വീഴുകയും തിരിച്ചു വീഴാത്ത ഭാഗങ്ങൾ കൂടിച്ചേർന്ന് ചന്ദ്രനുണ്ടാവുകയും ചെയ്തു. ഇതാണ് ജയന്റ് ഇംപാക്ട് തിയറി. ചന്ദ്രന്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പറയുക സാധ്യമല്ല. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ വഴി നടത്തിയ പഠനങ്ങളിൽ നിന്ന് മുമ്പ് പറഞ്ഞ തിയറി പ്രകാരമാണ് ചന്ദ്രനുണ്ടായതെന്ന് അനുമാനിക്കുന്നു. മറ്റു ചില സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം ആധികാരികതയുള്ളത് ജയന്റ് ഇംപാക്ട് തിയറിക്കാണ്. 1945-ൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചെങ്കിലും അമേരിക്കയും USSRും തമ്മിലുള്ള ശീതയുദ്ധം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ആര് ബഹിരാകാശം കീഴടക്കും എന്നൊരു മത്സരം തന്നെയുണ്ടായി. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അയച്ചും മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ചും USSR മുന്നിട്ട് നിൽക്കുന്ന അവസരത്തിലാണ് അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത്. 1961-ൽ അപ്പോളോ ദൗത്യങ്ങൾ ആരംഭിക്കുകയും 1969 ജൂലൈ 21-ന് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുകയും ചെയ്തു. അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ നിന്നും ശേഖരിച്ച പാറക്കല്ലുകളും മണ്ണും ഉപയോഗിച്ചുള്ള പഠനങ്ങളും കണ്ടെത്തലുകളും ജയന്റ് ഇംപാക്ട് തിയറിക്ക് കൂടുതൽ ആധികാരികത ഉറപ്പുവരുത്തുന്നതായിരുന്നു.